ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 67. അപ്പൊ ഇന്നൊരു സീക്രട്ട് ടാസ്ക് ആര്യന് കൊടുത്ത ദിവസമായിരുന്നു. അപ്പൊ ഇന്നലെ തന്നെ പ്രമോല് ഇത് കണ്ടപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വൈ? ബിക്കോസ് ഒന്ന് സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ. രണ്ട്, ഇത് ആര്യന് കൊടുത്തപ്പോ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. രാവിലെ മുതൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ആര്യൻ നന്നായിട്ട്, അക്ബർ നന്നായിട്ട് പെർഫോം ചെയ്തു. ആ കൂട്ടത്തില് ബിന്നി, ലക്ഷ്മി ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതെല്ലാരും, സോബുമാൻ അടക്കം എല്ലാരും കോൺട്രിബ്യൂട്ട് ചെയ്തു. ഷോനവാസിന്റെ ഷോയാണ് സഹിക്കാൻ പറ്റുന്നത്. വെറും ഓവർ ഷോ. അതായത് ആക്ച്വലി ബിഗ് ബോസ് നല്ല പ്ലാനിങ് ആയിരുന്നു. രാവിലെ കുറച്ചുപേരെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നു, കൂട്ടത്തിൽ ആര്യനെയും വിളിക്കുന്നു. ആര്യനെ ഡൗട്ട്, റിവേഴ്സ് സൈക്കോളജി ആണല്ലോ ആര്യൻ. ആര്യന് ബിഗ് ബോസിന് ഡൗട്ട്. ലാസ്റ്റ് ബിഗ് ബോസ് ഇടാ മോനെടാ എന്നെ നീ കുറച്ചെങ്കിലും വിശ്വസിക്കും, ഞാൻ അത്ര ക്രൂരനല്ലാന്ന് പറഞ്ഞിട്ട് പരിപാടികൾ തുടങ്ങി. ഇതിനകത്ത് സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ അതിനകത്ത് അത് എന്താ അറിയോ, ഒരു ആ വീട്ടിലുള്ളവരുടെ ട്രസ്റ്റ് ഫാക്ടർ ആണ് അതില് സത്യത്തില് എന്ത് ചെയ്യുന്നത്, ബിഗ് ബോസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബിഗ് ബോസ് തന്നെ അതിനകത്തൊരു ഗെയിം വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഷാനവാസിനെ എതിർക്കുന്നതും ഷാനവാസ് കളിച്ച കളി ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസിന്റെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബോഡി ലാംഗ്വേജ് ആണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പക്ഷെ ആ ഗെയിം അതൊരു ഗെയിമാണ്, അതല്ല ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എല്ലാരും ഇപ്പൊ ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുമ്പോഴത്തേക്കും ഒരു വീട്ടിനകത്ത് എന്നാ ഞാനും വരാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഗെയിമില്ല. ആരെങ്കിലും ഒക്കെ എതിർക്കണം, മനസ്സിലായോ? അതെങ്കിലൊക്കെ ഇതേപോലെ ഷാനവാസ് ചെയ്ത പോലെ വാണ്ടഡ്ലി അല്ലെങ്കിലും അത് വേണം. അതിനാണ് ബിഗ് ബോസ് ആ ട്രസ്റ്റ് ഫാക്ടർ കൂടി ചെക്ക് ചെയ്യാനാണ് ഈ സാധനം വെച്ചത്. അത് ഷോനവാസിന്റെ എന്താ പ്രശ്നം അറിയോ, ബാക്കിയുള്ളവർക്ക് ഷോനവാസിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ആര്യനോ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇമ്മ്യൂണിറ്റി പവർ, സൂപ്പർ പവർ കിട്ടിയാലെന്നുള്ള പേടി. ഇതന്നെയാണ് ബിഗ് ബോസിന്റെ ആവശ്യം. ഇതുപോലെ പേടി അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ട്രസ്റ്റ് ഇല്ലാത്ത, ഇവിടെ കേൾക്കുന്നത് അവിടെ പറയുന്ന ക്യാരക്ടേഴ്സ് ആ വീടിനകത്തുണ്ടെങ്കിൽ അതും കൂടി എക്സ്പോസ്ഡ് ആവുമല്ലോ. അതാണ് ആവശ്യം. അതെ, അപ്പൊ ഷോനവാസ് എന്തായാലും എക്സ്പോസ്ഡ് ആയി. ആദ്യത്തെ ബർഗറിന്റെ സാധനമാണ് കിട്ടിയത് ആര്യന്. അത് ആര്യൻ ചെയ്തു. അയ്യോ, അത് കിണ്ണായിട്ടുണ്ട്. ഇവർക്ക് ഏറ്റവും പാളിപ്പോയത് അവിടെ. അതായത് നെവിൻ എന്ന് പറഞ്ഞാ അവിടെ വെറുതെ വന്നല്ല, എല്ലാ സീസണും കണ്ട് കാര്യം ഫുള്ള് പഠിച്ചു വന്ന. കാരണം ഇന്ന് ഇവരെ വിളിച്ച സമയത്ത് തന്നെ നെവിൻ പറഞ്ഞത്, ഇപ്പൊ അതിന്റെ ഒരു ചെറിയ പോർഷനാണ് ഇന്ന് എപ്പിസോഡ് കണ്ടേ, സീക്രട്ട് ടാസ്ക് ആണെങ്കിൽ എനിക്ക് തന്നോ ബിഗ് ബോസ്. ബിഗ് ബോസ് തന്നെ ലിറ്ററലി ഞെട്ടിപ്പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ നെവിൻ, ഞാൻ ഇന്നലെ നെവിന്റെ ഗെയിമർ ഓൺ ആയി എന്ന് പറഞ്ഞപ്പോ പലരും എന്ത് ചെയ്തിട്ടില്ല, വിശ്വസിച്ചില്ല. ഇന്ന് നെവിനെയാണ് ഇവര്. ഇപ്പൊ അക്ബറിനെ ആരും ചൂസ് ചെയ്ത് ഇറ്റ്സ് എ ഗുഡ് പിക്ക്. അത് കഴിഞ്ഞ് സാബുമോനെ പിക്ക് ചെയ്തതും ഓക്കെയാണ്. അതിനുശേഷം ശരിക്ക് നെവിനെ പിക്ക് ചെയ്യേണ്ടിയിരുന്നു. നെവിൻ കഴിഞ്ഞിട്ട് ലക്ഷ്മി പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ടാസ്കില് വേറെ ലെവലിൽ അവർക്ക് കൊണ്ടുപോയിരുന്നു. കാരണം നെവിൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നെവിൻ ഈ ഗെയിമർ, ബിഗ് ബോസ് ഷോനകത്ത് നിങ്ങളെ ടാസ്കുകൾ വരും എന്നുള്ളത് അറിയാം. ഷാനവാസിന് പറ്റിപ്പോയത് എന്താ അറിയോ, ഷോനവാസിന് ഇതിന് ഐഡിയ ഇല്ല. അതായത് ഈ ഷോ എന്താണോ, ഇതിന് കൊടുക്കുന്ന ടാസ്കുകൾ എന്താണോ, ഷോനവാസിനെ ഒന്ന് ജയിക്കരുത്. രണ്ടാമത് ഇങ്ങനത്തെ ഒരു സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞ സാധനം ബിഗ് ബോസിന്റെ ഗെയിമിൽ എക്സിസ്റ്റിംഗ് ആണോ എന്ന് പോലും അയാൾക്ക് വലിയ പിടുത്തൊന്നുമില്ല. അല്ലേ ഷോനവാസ് എന്താ പറഞ്ഞറിയോ, നമ്മളറിയാതെ ഇവിടെ വേറെ എന്തോ ഗെയിം നടക്കുന്നുണ്ട് അങ്ങനെ പറയുന്നത്. സീക്രട്ട് ടാസ്ക് ഒന്നല്ല ഉദ്ദേശിക്കുന്നത്, ഗെയിം എന്തോ നടക്കുന്നുണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ബർഗർ ഫസ്റ്റത്തെ നല്ല രീതിയിൽ ആര്യൻ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു. രണ്ടാമത് വന്ന പിസ്സ ചെയ്യുന്നു. അപ്പൊ അക്ബർ, ആര്യന്റെ കൂടെ അക്ബറിനെ വെച്ചതോട് കൂടിയിട്ട് അക്ബറിന്റെ കോൺട്രിബ്യൂഷൻ തുടങ്ങി. അത് എല്ലാവരും മെയിനായി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അക്ബർ നല്ലൊരു ഗെയിമറാണ്, ആര്യൻ നല്ലൊരു ഗെയിമറാണ്. ഇതിനകത്ത് നമ്മളുടെ നെവിൻ, ആദില, എനിക്ക് ഗെയിമേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇവരൊക്കെയാണ് ആദ്യം തോന്നുന്നത്. അപ്പൊ അക്ബർ ഓബിയസ്ലി അഗെയിൻ പ്രൂവ് ചെയ്തിരിക്കുകയാണ് നല്ലൊരു ഗെയിമറാണെന്നുള്ളത്. അക്ബർ പ്രൂവ് ചെയ്തു, ആര്യൻ അത് പ്രൂവ് ചെയ്തു, ട്രസ്റ്റ് വർത്തിയാണ്. അല്ലെങ്കിൽ ഒരു ഗെയിമായിട്ട് സംഗതി അതിനെ അറിയുന്നത് കൊണ്ടായിരിക്കണം. ഒരു വർഷം നല്ല സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ട്രസ്റ്റ് ആണ്. അപ്പൊ എന്താണെങ്കിലും അവർക്ക് പിസേന്റെ സാധനം അവർ കൃത്യമായിട്ട് ചെയ്തു. അതിനുശേഷം ലക്ഷ്മിയെ കൺവിൻസ് ചെയ്യാൻ കുറച്ച് സമയം എടുത്താലും ലക്ഷ്മിയും ഗെയിമിൽ ഇറങ്ങി. അതൊരു കാര്യം, ലക്ഷ്മി കറക്റ്റ് ഗെയിമിൽ ലക്ഷ്മി ഇറങ്ങി. ലക്ഷ്മി കൺവിൻസ് ആവാൻ കുറച്ച് സമയം എടുത്തെങ്കിലും ലക്ഷ്മിയും ഗെയിമിൽ ഇറങ്ങി. കുറച്ച് പക്ഷെ ഓവറായിരുന്നു ലക്ഷ്മി. ആ നോർമൽ ഒരു ലക്ഷ്മി ഓവറായിരുന്നു ലക്ഷ്മി അത്രത്തോളം എന്താ പറയാ ഓർഗാനിക് ആയിരുന്നില്ല എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാബുമോൻ പിന്നെ കൂളായിരുന്നു. സാബുമോനെ വിളിച്ചു, സാബുമോൻ ചെയ്തു. സാബുമോനുണ്ട്, മാനുണ്ട്. അപ്പൊ
മാൻ എന്ന് മര്യാദക്ക് പക്ഷെ ഈസി പോലെ സാബുമാൻ ഈസി സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് പോയി സാബുമാൻ. അല്ല ലക്ഷ്മിയുടെ കാര്യം എന്താ വെച്ചാൽ ഒരു കാര്യമുണ്ട്, ലക്ഷ്മി ഡൗട്ട് അടിച്ചു, ആര്യനെ നീ എന്നെ എപ്പോഴാ വിളിച്ചത് ഞാൻ കേട്ടില്ലല്ലോ, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സംഭവത്തിൽ എന്നാണ് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടുപേരെ ആഡ് ചെയ്യാൻ ചോദിച്ചപ്പോഴല്ല കൺഫ്യൂഷൻ വന്നത്. അതായത് ലക്ഷ്മി അവിടെ നെവിനെ പറയുന്നുണ്ട്, നെവിൻ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർ ഈ ഷാനവാസിലേക്ക് പോകുന്നത് അത് അക്ബറിന്റെ ഗോളായിരുന്നു. അക്ബറാണ് അത് പുഷ് ചെയ്തത്. അക്ബറിന് ഇപ്പോഴും ഈ ഷാനവാസിനെ മനസ്സിലായിട്ടില്ല. അക്ബറിന് ഷാനവാസ് അന്ന് ഇട്ട് കൊടുത്ത ആ ഒരു അസുഖത്തിന്റെ സാധനവും ആ സെന്റിമെന്റ്സിന്റെ ലൈനുമാണ് അക്ബറിന്റെ തലയിൽ ഷോനവാസിനെ കുറിച്ചുള്ളത്. ഷോനവാസിന് അവിടെ കാണിച്ചാലും ഭയങ്കരമാണ്. ഷോനവാസ് ഈ ഗെയിം ഫുള്ള് കളിക്കുന്നത് ഞാൻ പറഞ്ഞു, എനിക്ക് അയാളുടെ ഒരു ബോഡി ലാംഗ്വേജും അയാളുടെ വേ ഓഫ് പ്രസന്റേഷനും അയാളുടെ കാര്യങ്ങൾ അത് ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ പൊട്ടത്തിൽ ഒരു ചീഞ്ഞ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് തോന്നുന്നത്. ചീഞ്ഞ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞ ആറ്റിറ്റ്യൂഡ്. ഗെയിം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗെയിം ടാസ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും അത് ഒരേപോലെ കളിക്കണം എന്നില്ല. ഉൾട്ട കളിക്കുന്നവരുണ്ടാവും, അതിന് ഡിഫറെന്റ് ആയിട്ട് കളിക്കുന്നവരുണ്ടാവും. അതൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ അത് കളിക്കുന്ന രീതി അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യുന്ന രീതിയോട് അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആണ്. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അത് ഇഷ്ടമല്ല. പറയട്ടെ, നമ്മളിത് മുന്നത്തെ സീസണിൽ കണ്ടിട്ടില്ല, സീക്രട്ട് ടാസ്ക് ഒക്കെ എല്ലാവരും വിജയിപ്പിച്ചിട്ടുള്ളൂ. അല്ല, എതിർത്ത് കളിക്കുന്നവരുണ്ട്, മനസ്സിലായി. പക്ഷെ ഷാനവാസ് ഇത് മനസ്സിലായിട്ട് ബുദ്ധിപൂർവ്വം ഈ സീക്രട്ട് ടാസ്ക് പൊളിക്കാൻ വേണ്ടി ചെയ്തൊന്നല്ല. സീക്രട്ട് ടാസ്ക് ആണെന്ന് അറിഞ്ഞപ്പോ ഷാനവാസിന്റെ മൈൻഡിൽ കൂടി പോയത് എന്താ, എന്തോ സൂപ്പർ പവർ ആര്യന് കിട്ടും. ഇവൻ നൂറയ്ക്കും അതാ തോന്നി, എന്തോ ഒരു സൂപ്പർ പവർ കിട്ടും. ഇത് തോന്നിയിട്ട് പൊളിക്കാൻ നടന്ന നടപ്പാണ്. മനസ്സിലായോ? നമുക്കില്ലെങ്കിൽ നമ്മള് വെറുതെ അവരെ കൂടെ കൂടുന്നുള്ളൂ, പക്ഷെ പവർ ഫുള്ള് കിട്ടിയപ്പോ അവർക്കാവും എന്നുള്ളൊരു സാധനമാണ് ഉണ്ടായിട്ടുണ്ടാവുക. അതെ. അപ്പൊ അങ്ങനെ ടാസ്ക് ഒരു എന്താ പറയാ, ഒരു പരിധി വരെ, ഒരു പരിധി എന്നല്ല 99% അവർ കൃത്യമായിട്ട് ചെയ്തു. അതിനുശേഷം ലാസ്റ്റ് ബിരിയാണിന്റെ സാധനം വന്നപ്പോഴത്തേക്ക് അഗെയിൻ സാബു മോൻ വന്നു. സീസൺ 1 വിന്നർ സാബു മോൻ വന്നു. അവര് ബാത്റൂമിൽ ഒളിപ്പിച്ചു. അവിടെയാണ് അടുത്ത ഗെയിം. ഗെയിമർ നമ്പർ 2 അനുമോൾ ഇതാ വരുന്നു. അതിനവിടുന്ന് അത് ഞാൻ അനുമോളോട് ആദ്യം പറഞ്ഞു അല്ല അനുമോള് ആദ്യം ഈ അക്ബർ തോളത്ത് കൂടി ആര്യന്റെ ഡ്രസ് ഇട്ടിട്ടുള്ള ഒരാളെ കൊണ്ടുപോണത് കണ്ട സമയത്ത് തന്നെ അനുമോള് നമ്മളെ ഇപ്പൊ എപ്പിസോഡ് കണ്ടവർക്ക് ചിലപ്പോ ഈ സംഗതി എങ്ങനെയാ തോന്നുക, അതായത് നോർമൽ ആയിട്ട് അനുമോള് മനസ്സിലായിട്ടില്ല. ഇപ്പൊ അക്ബറും പറയുന്നുണ്ട് അനുമോള് കണ്ടു പക്ഷെ കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അനുമോൾ അത് കണ്ടതിന് ശേഷം കൃത്യമായിട്ട് ടോയ്ലറ്റിന് അങ്ങോട്ട് വട്ടം കറങ്ങി വന്ന്, അതെ അനുമോൾ ഓൾറെഡി CID എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ബോധം, അതൊരു ബോധം വേണ്ടേ. അനുമോൾ ആ വീട്ടിലൊരു CID ഇങ്ങനെ പുച്ഛിക്കാൻ പാടുമോ? ഗിസേലിന് ആര്യന് പുതപ്പിന്റെ അടിയിൽ എന്താന്ന് വരെ തപ്പി നടന്ന അനുമോള് ഈ പറഞ്ഞ ആര്യനെ പോലെ ഒരാൾ തോളത്തുകൂടി കൈട്ടോടെ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു. അതെ, എനിക്കറിയാം നിങ്ങൾ അതിനിടയ്ക്ക് പറയണ്ടല്ലോ, നിങ്ങൾ പ്രീവിയസ് കണ്ടസ്റ്റന്റ് അല്ലേ, സാബു ചേട്ടനാണ്, സാബുണ്ണ വിളിച്ച് പറഞ്ഞിട്ടില്ലേ. അതായത് ഈ അനുമോൾക്ക് ഈ ഒരു കുരുട്ട് പണി നല്ല ഉള്ളതുകൊണ്ട് അനുമോൾ അത് കൃത്യമായിട്ട് ബാത്റൂമിന്റെ ഉള്ളില് ഒരാള് കേറി എന്നുള്ള ആദിനോട് ആരാ പറയണേ, അനുമോളാ പറയണേ. അപ്പോഴാണ് ആദിന തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ സീക്രട്ട് ടാസ്ക് നടക്കുന്നതും പരിപാടികൾ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോഴാണ് അനുമോളോട് ആര് പറഞ്ഞേ, ഈ ആദില പറഞ്ഞു കൊടുക്കുന്നത്. നൂറയ്ക്ക് പൊട്ടി, നൂറയ്ക്ക് ഭയങ്കര പൊട്ടലായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് നമുക്ക് തരാത്ത, അതങ്ങനെയാണ്. ഒരു ഗ്രൂപ്പ് എതിർക്കാനും ഒരു ഗ്രൂപ്പ് അത് ചെയ്യാനും ഉള്ളപ്പോഴാണല്ലോ അതിനൊരു രസം വരിക. ഇപ്പൊ ബിഗ് ബോസ് തന്നെ ഷാനവാസിനെയും അനുമോളെയും ആദിലേനെയും നൂറേനെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ് കണ്ടിട്ടുള്ളത്. അനീഷ് അടക്കം ഒരു ഗ്രൂപ്പ്, ഇവര് വേറൊരു ഗ്രൂപ്പ്. ഇതൊന്നും അതും നമ്മൾ മനസ്സിലാക്കണം. അവിടെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് തന്നെ ഇപ്പൊ 2 ഗ്രൂപ്പ് പോലെ, മനസ്സിലായി, 2 ഗ്രൂപ്പ് പോലെ. നെവിൻ എന്താ പറയുക, ഇവര് നെവിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അത് നെവിന്റെ കയ്യിലിരിപ്പോണ്ടാണ്. നെവിന്റെ കയ്യിലിരിപ്പോണ്ടാണ് നെവിനെ ട്രസ്റ്റ് ചെയ്യാത്തത്. അയ്യോ, നെവിൻ എടുക്കാത്തതിന് ആര്യം പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, ആര്യനും അക്ബറും കൂടി എന്തോ എമ്മാതിരി കൺവിൻസിങ്. നെവിൻ കൺവിൻസ് ആയിട്ടില്ല. 40ാമത്തെ മിനിറ്റിലല്ലേ അർജന്റീന കുറെ ഫുഡ് കിട്ടും. 11ാമത്തെ ആളായിട്ട് വന്നാൽ നിനക്ക് ഒറ്റയ്ക്ക് കുറെ ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ കൺവിൻസ്ഡ് ആയിട്ടില്ല അതിന്റെ മുകളില്. ശരിക്കും നെവിനെ ഇറക്കേണ്ടിയിരുന്നു. കൊറേ വട്ടം കള്ളത്തരം കാട്ടി ഫുഡ് കഴിക്കുന്ന ആളാണ്. അതെ. ഇനിയിപ്പോ രാത്രി ഇപ്പൊ ലൈവ് ഒന്നും ഇപ്പൊ ഉള്ള ലൈവ് നമ്മൾ കണ്ടിട്ടില്ല. സാബുമോന്റെ വിളയാട്ടുകൾ എന്തൊക്കെയാന്നുള്ളത് നമുക്കറിയില്ല. ഈ ചങ്ങായി കഴിഞ്ഞ സീസണിൽ വന്നപ്പോൾ ഇങ്ങനെ എറിഞ്ഞിട്ട് പോവായിരുന്നു ആള്. അതിന് ഭയങ്കര കേട്ടോ സാബുമോൻ, നന്നായിട്ട് എറിയും. ചില സമയത്ത് ആ എറി ചൊറിയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതിനാണെങ്കിൽ ആര്യന്റെ വക
അവൻ ബാത്റൂമിൽ കയറില്ല. പിന്നെ ആരാണ് അക്ഷയ് കുമാറോ? കംഫർട്ട് കൊടുക്കാനല്ല, കംഫർട്ട് ആവില്ല, കംഫർട്ട് ഇവരാരാണ് അക്ഷയ് കുമാർ? ഒരു ക്യാരവ മേടിച്ചു കൊടുക്കുന്നത്. ഇവരുന്ന് ക്യാരവ മേടിച്ചു കൊടുക്കുക. അപ്പൊ മനസ്സിലായില്ല, അവര് ചെയ്ത തമിഴണ്ണന്മാരാണ്. അവരെ വിചാരം ടാസ്കിന്റെ ഭാഗമായിട്ട് അവിടുത്തെ അണ്ണന്മാരുണ്ടല്ലോ, അവരാരോ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ആര്യനും അക്ബറും അങ്ങനെ ലൈൻ അടിച്ചേ. പക്ഷെ അത് ഇങ്ങനെ ഒരു വേറെ കണ്ടസ്റ്റന്റ് ആയിരുന്നു, പഴയ കണ്ടസ്റ്റന്റ് വരുന്നു എന്നുള്ള സ്കീം അനുമോൾ കണ്ടുപിടിച്ചു. പ്രീവിയസ് കണ്ടസ്റ്റന്റ് ആരെങ്കിലും ആണോ? പിന്നെയാണ് പറഞ്ഞത് സാബുവണ്ണൻ എന്നിട്ട് സൗണ്ട് അണ്ണാന്ന് വിളിച്ചത് ചിലപ്പോ അവിടുത്തെ പക്ഷെ അത് കഴിഞ്ഞ് സാബുവണ്ണൻ എന്ന് പറഞ്ഞു. അത് ചിലപ്പോ കണ്ടപ്പോഴായിരിക്കും പറയണ്ടത്. ബ്രില്യൻസ് അതാ ഞാൻ എന്താ വിട്ടത്, എന്താ സംസാരിച്ചപ്പോ തിരിച്ച് റിപ്ലൈ കൊടുത്തു. അപ്പോഴാണ് ആ സാബുണ്ണനാണ് പറഞ്ഞത്. ഇതൊന്നും അറിയാതെ അവിടുത്തെ മാസ്റ്റർ ബ്രെയിൻ ഗെയിമർ അനീഷ്, ഒറ്റയാൻ അനീഷ് കൂടി നടക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും മൂപ്പരക്കില്ല. ഷോനവാസ് അനീഷിനോട് പറഞ്ഞു, നെവിനോട് പറയുന്നുണ്ട്. നെവിന് പിന്നെയും സംശയം ഉണ്ടായിരുന്നു. ഈ അനീഷ് ഇതൊന്നും അറിയണ്ട. അനീഷിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ നീക്കണം, 2 കണ്ടന്റ് കൊടുക്കണം, രാത്രി 7 മണി ആകുമ്പോൾ സ്വിച്ച് ഓഫ് ആയി അതിൽ ഉറങ്ങണം. ഇത്രയേ ഉള്ളൂ അനീഷിന്. അതുകൊണ്ട് അനീഷിന് ഈ കണ്ടന്റ് ഒന്നും അനീഷിന് ആവശ്യമില്ല തോന്നുന്നു. പോയി. പിന്നെ സാബുമോ വന്നു, അവിടെ ഇരുന്നിട്ട് ഗ്രൂപ്പിസത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഷോനവാസിന്റെ വക പൂച്ച ഷോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പൂച്ച ഷോന്റെ ഇടയിൽ ഷാനവാസ് ചെയ്തൊരു പരിപാടി ഉണ്ടെന്ന്. അതായത് ഇതൊരു ഫിസിക്കൽ അസോൾട്ട് അല്ലേ? ഞാനിന്റെ സംശയം ചോദിക്കട്ടെ, ആര്യൻ ഇന്ന് അതെന്താ പറയാ, തേർഡ് റേറ്റ് വൃത്തികെട്ട ഗെയിമാണ് ആര്യ കളിച്ചത്, ഷാനവാസ് കളിച്ചത്. അതായത് ഷാനവാസിന് ആര്യൻ ചീത്ത പറഞ്ഞോ അല്ലെങ്കിൽ എന്ത് പറഞ്ഞു എന്നൊന്നുമില്ല. ഷാനവാസ് ഈ പറഞ്ഞ ഈ എന്താ പറയാ ത്രെട്ടനിങ് ഗെയിമില്ല, ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യണ ഗെയിം. ഇന്നിപ്പോ ആ ഗെയിം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴും, അക്ബർ ഗെയിം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴും, ആര്യം പറഞ്ഞു കൊടുത്തപ്പോഴും ഇയാള് വീണ്ടും അവരെ ത്രെട്ടൻ ചെയ്യണം. പേടിപ്പിക്കുകയാണ്. അവിടെ പറയും ആലോചിക്കട്ടെ, ഇവിടെ പറയും, മറ്റേത് ചെയ്യും, ഇങ്ങനെ ചെയ്യും, മറ്റേ കാണിക്കും, ഇത് കാണിക്കും, ഇത് പറഞ്ഞ് ഇങ്ങനെ ത്രെട്ടൻ ചെയ്യാം. ഇതേ സാധനം തന്നെയാണ് ഇന്ന് രാത്രി ആര്യന്റെ അടുത്ത് കൊണ്ടുപോയിട്ട്. ഇന്നിപ്പോ നമ്മൾ എപ്പിസോഡിലാണ് കണ്ടത്, അത് ലൈവില് ഫുള്ള് കണ്ടില്ല. ലൈവിന്റെ ക്ലിപ്സ് കുറച്ച് കഴിഞ്ഞ് എനിക്ക് കിട്ടും, അപ്പൊ നോക്കണം എന്താ കംപ്ലീറ്റ്. കാരണം അതെന്ത് വൃത്തിയായിട്ട പരിപാടി ഷാനവാസ് കാണിക്കുന്നത്. ഷാനവാസിന്റെ ഉമ്മാനെ വിളിച്ചു, ഷാനവാസിനെ അങ്ങോട്ട് തോന്നിയിട്ട് ഷാനവാസ് അങ്ങോട്ട് കേറി. എന്നിട്ട് ഇതാ ഞാൻ ഈ സൈഡിലെ ക്ലിപ്പ് പ്ലേ ചെയ്തിട്ടുണ്ട്. യജാതി തട്ടാണ് ആര്യനെ തട്ടിയത്. ഇല്ല ഇവന് മാത്രം ആരെ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തേ? ബിഗ് ബോസിന്റെ എൻറ്റയർ ടീമിനോടാ ചോദിക്കുന്നത്. ഈ സീസൺ മൊത്തം ഷാനവാസ് എത്ര ആളുടെ നെഞ്ഞത്ത് കയറിയിട്ടുണ്ട്? ഇങ്ങനെ തട്ടി കയറുന്നത് രുദ്രനോ, കോപ്പിലെ രുദ്രനാണോ ഇങ്ങനെ തട്ടി കയറുന്നത്? ഈ ഇങ്ങനെ തട്ടി കയറി ഇങ്ങനെ അടിക്കുക. അല്ല ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. കാരണം ഇത് കണ്ടു നിൽക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ളതായിരിക്കും, ഒരു പ്രീവിയസ് കണ്ടസ്റ്റന്റ് എന്നുള്ളതായിരിക്കും. നമ്മളെ സീസണിലൊക്കെ ഇതേപോലെ ഒരു തട്ടിക്കയറലോ ഒരു ഇതോ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ സ്പോട്ടിൽ അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു വാൺ ചെയ്തു. ഈ ഷാനവാസിനെ വാൺ ചെയ്തു. ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ട് അടക്കം വീട്ടുകാരെ വിളിക്കുക, ആൾക്കാരെ നെഞ്ഞത്ത് കയറി തട്ടി അഗ്രഷൻ കാണിക്കുക. അല്ല എന്താ പിന്നെ വിചാരം എന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങളിങ്ങനെ അഴിച്ചു വിടുകയാണോ ഷാനവാസിനെ അങ്ങോട്ട്? ഈ പരിപാടി കണ്ടു നിൽക്കാൻ ഒട്ടും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഷാനവാസിന്റെ ഫാൻസിന് ചിലപ്പോൾ ഇതൊരു കൊടൂര മാസമായിട്ട് തോന്നാം, പക്ഷെ എനിക്കതൊരു പേഴ്സണലി മാസമായിട്ട് തോന്നിയില്ല. ഒരാളുടെ ഫിസിക്കൽ അഗ്രഷൻ വേറൊരാളുടെ മുകളിൽ തീർക്കുന്നത്. ആര്യനായതുകൊണ്ട് ഒരു ഗെയിം സെൻസിലോ അല്ലെങ്കിൽ ആ ടൈമിൽ അങ്ങനെ എടുത്തു. വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കൺഫെഷൻ റൂം പറയുമ്പോൾ തൂങ്ങും. ഞാൻ പറയുമ്പോൾ ബിഗ് ബോസ് ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഈ ഷാനവാസ് ആൾക്കാരുടെ മെക്കെട്ട് കയറി ഈ തട്ടുന്നതുകൊണ്ട് മലപ്പുറത്തുനിന്നായതുകൊണ്ട് ഫുട്ബോൾ കളിയുടെ നാട്ടുന്നതായതുകൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ഷോൾഡർ ചെയ്യാതാണോ ഒരു വിചാരം? അതൊക്കെ ഇനി പറയാൻ പോണത്. ഷാനവാസിന്റെ എക്സ്പ്ലനേഷൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും, അതൊക്കെ ഇനി കൊടുക്കാൻ പോണത്. കുറച്ച് മീശബിരി നടത്തും, ആ കളിയാക്കലും കാണിക്കലും. എന്താണെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ പോലെ തന്നെ ഒരു പെങ്ങളുട്ടി സാധനം, ഹിറ്റ്ലർ മാധവൻകുട്ടി. അതിനപ്പുറമല്ല, ഞങ്ങൾ രണ്ടാളായതുകൊണ്ട് ഹിറ്റ്ലർ ആയില്ല, ഇവൻ ഹിറ്റ്ലർ ആയി. ഇത് അങ്ങനെ ആയതുകൊണ്ട് അതിക്കപ്പുറം ഒന്നും കിട്ടിയിട്ടില്ല ഷാനവാസിന് എന്നുള്ളത് ഷാനവാസിനും പുറത്തിറങ്ങുമ്പോൾ മനസ്സിലായിക്കോളും. അതൊരു വൃത്തിയുടെ സാധനം കേട്ടോ, അത് ആക്സെപ്റ്റബിൾ അല്ല. കാരണം ഇത് കുറച്ചായി ഷാനവാസ് ഒരാളോട് ഇപ്പൊ ഇന്ന് വളരെ മാന്യമായിട്ടാണ് അനീഷ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അല്ല അനീഷ് ഇജ്ജ് പോടാ വിടുന്നതൊക്കെ അനീഷിനെ തട്ടിയില്ല. എന്താ അറിയില്ല, ഷാനവാസിന് വീട്ടിൽ നിന്ന് ആള് കയറിയപ്പോ വല്ലതും പറഞ്ഞു കൊടുത്തൊന്നും അറിയില്ല. അതിന് ശേഷം ഈ ചങ്ങായി ഇത് ഇത്ര വളരെ സീന് പരിപാടി. അതിനിടയിൽ മറ്റേ പെൻസിൽ ടാസ്ക് കിടന്നിട്ടുണ്ടായിരുന്നു.
പെൻസിൽ ടാസ്ക് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ എടുത്തു പറയാൻ മാത്രം വലിയ കാര്യമുള്ള അവിടെയും ഈ പറഞ്ഞ ഷോനവാസിന്റെ ഭാഗം കുറച്ചൊരു തിരുപ്പം പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു ക്ലിപ്പ് ഉണ്ട് ആര്യൻ എല്ലാരും ഇമിറ്റേറ്റ് ചെയ്യണത്. ആര്യനല്ലേ? ആര്യൻ എല്ലാ അത് നല്ല കോമഡി, നല്ല സൂപ്പർ സാധനമായിരുന്നു. ബി പ്ലസിൽ ചിലപ്പോ വരുമായിരിക്കും പെൻസിൽ ടാസ്കും കാര്യങ്ങളും. അക്ബറിന്റെ ടീമാണ് ജയിച്ചിട്ടുള്ളത്. അക്ബറിനെ ജയിച്ചു പറഞ്ഞപ്പോ എല്ലാരും മറ്റേ ഷാനവാസ് ഒന്നും വലിയ പറ്റിയിട്ടില്ല. അവര് നന്നായി കളിച്ചു പറഞ്ഞപ്പോ ഞാൻ പറയട്ടെ, അത് കൃത്യമായിട്ട് അനീഷ് അത് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ആ ടാസ്ക് മൊത്തം മോണിറ്റർ ചെയ്തിട്ടുണ്ട്. സീക്രട്ട് ടാസ്ക് അല്ല, സീക്രട്ട് ടാസ്ക് ജയിച്ചു പെൻസിൽ ടാസ്കിന്റെ സാധനം പറഞ്ഞത്. അനീഷ് നല്ല രീതിയിൽ എന്ത് ചെയ്തു, അമ്പയർ ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആ സാധനം ജഡ്ജായിട്ട്. അല്ല, സീക്രട്ട് ടാസ്കിന്റെ കാര്യം എല്ലാവരും നന്നായി ചെയ്തു പറഞ്ഞപ്പോ ഷാനവാസിന്റെ മുഖം പറ്റിയിട്ടില്ല. സൂപ്പർ പവർ നെവിന് വേറെ നെവിൻ ഇന്നലെ ആര്യന് മറ്റേ പോയിന്റ്സ് കൊടുത്തില്ലേ? നെവിൻ തിരിച്ചു ടെസ്റ്റ് കൊടുത്തില്ലല്ലോ, അല്ല ആരും കൊടുത്തില്ലല്ലോ. ആരും ലാസ്റ്റ് ആരില്ല നെവിൻ. ഞാൻ ഇന്നൊന്നും കഴിക്കില്ല വിചാരിച്ചു, പിന്നെ ബിരിയാണി കിടപ്പോ കൺട്രോൾ ചെയ്ത് ഞാൻ എന്തായാലും കഴിച്ചു പോയി. കുറച്ച് ബുദ്ധിപരമായുള്ള ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നു, എവിടെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയത് ബാക്കിയുള്ള നെവിൻ പോയിട്ട് അവിടെ ബോധം കെട്ടി വീണാതിരി കിടക്കുകയും ബാക്കിയുള്ളവർ വരുമ്പോ അയാളെ ഒളിപ്പിക്കാൻ പറ്റി, അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഓക്കെ ഗൈസിലെ ഒരു ഷോനവാസിന്റെ ഷോ കണ്ടിട്ട് ആകെ വെറുപ്പിച്ചു സത്യം പറഞ്ഞാല്. ആര്യനായിട്ടുള്ള ഫൈറ്റ് മുറുകി വരുന്ന കണ്ടപ്പോ നമ്മുടെ ബിഗ് ബോസ് എല്ലാരെയും പിടിച്ച് ലിവിംഗ് റൂമിൽ ഇരുത്തി, ഗസ്റ്റ് വന്നാന്ന് നോക്കിയില്ല, അവിടെ കൊണ്ടുപോയി ഇരുത്തി സംസാരിച്ചു തുടങ്ങിയ സമയത്ത് ഇപ്പൊ ഗ്യാങ് ആയിട്ടാണല്ലോ, ഷാനവാസിക്കാന്റെ ഒരു ഗ്യാങ്ങും ഷോനവാസിക്കാന്റെ ഒരു ഗ്യാങ്ങും അപ്പുറത്ത് വേറൊരു ഗ്യാങ്ങും പിന്നെ സംസാരം തുടങ്ങിയ സമയത്ത് ആദിലും ബാക്കി ഷാനവാസൊക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പൊ ആ ടൈമില് അവിടുന്ന് ലക്ഷ്മി ഒരു കമന്റ് അടിച്ചു. അപ്പൊ ആ കമന്റ് അടിച്ച സമയത്ത് ആദില എല്ലാരും മുന്നിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ഒരാളെ സമാധാനിപ്പിക്കും. മനസ്സിലായോ? അതിപ്പോ ആരാണെന്നില്ല ആരാണെന്നില്ല. ഞാൻ ആ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. കുട്ടി എന്നെ ഇവിടെ വന്നിട്ട് കെട്ടിപ്പിടിച്ച കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ കാര്യം പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ വിഷയം മാറ്റല്ലേ, അത് വിട് തൽക്കാലം വിട്, ഗസ്റ്റ് ഉണ്ട്, വിട് സംസാരം വിട്, പിന്നെ അത് പറയണ്ട. മുതലെടുപ്പ് നടത്താൻ പറ്റാത്തതിന്റെ ചുമയായിരിക്കും. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കാരണ്ടില്ല, കെട്ടിപ്പിടിച്ച് ഞാനപ്പോ പുള്ളിയുടെ മുഖത്ത് ദേഷ്യപ്പെട്ടോ ഇപ്പൊ പുള്ളിക്ക് ഹേർട്ടായെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പോയി ഹഗ് ചെയ്യും. അതിപ്പോ ആരെയാണെങ്കിലും എനിക്ക് വന്ന് ഓക്കെ ആക്കാൻ തോന്നിയാൽ ഞാൻ ഓക്കെ ആക്കും. ആരാണെങ്കിലും ഇവനാണെങ്കിലും ഞാൻ വന്ന് ഓക്കെ ആക്കും. തീർച്ചയായിട്ടും. അല്ലാതെ വീട്ടിൽ നിന്ന് അമ്മ വരുമ്പോ ആരോട് സിറ്റ് ഔട്ടിൽ വരെ വന്നാ മതി എന്ന് ഒരു മോളും എന്നോട് പറയണ്ട. പറഞ്ഞിട്ടുള്ളവളാണെങ്കിൽ അവിടെ വരെ വരത്തുള്ളൂ. എന്റെ അമ്മയാണെങ്കിൽ അത്രേ വരത്തുള്ളൂ. വരേണ്ട കാര്യമില്ല. ആര് വരുന്നു? മനസ്സിലായില്ല സംസ്കാരം. നീ കണ്ടോണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകര് പറയും വീട്ടിൽ വന്ന് ഞങ്ങളുടെ വീട്ടിൽ കയറ്റത്തില്ല, അത് മതി. പിന്നെ നിന്റെ വീട്ടിൽ ലക്ഷ്മി വീണ്ടും ലക്ഷ്മി വീട്ടിൽ കേട്ടില്ല വീണ്ടും വീട്ടിൽ കേട്ടില്ലായിട്ട് ഇല്ല ആയിട്ട് ലക്ഷ്മി വന്നിരിക്കുകയാണ്. എന്തിനാ ലക്ഷ്മി മനസ്സിലാക്കണില്ലേ ലക്ഷ്മി നാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത്? ഒരു സൈഡിൽ ഇത് പറയും, അടുത്ത സൈഡിൽ മാറ്റി പറയും, വീണ്ടും ഇത് പറയും, വീണ്ടും മാറ്റി. ഭയമായ സംശയം പുറത്ത് മറ്റേ 2 സ്ക്വാഡ് കൈവിട്ടു എന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം തിരിച്ചു പറയണം. ഇനി 2 സ്ക്വാഡ് എടുക്കില്ല. കാരണം അറിയോ, എടുത്തതോ എടുത്തു അവര് നാറി. അല്ല, അവരെ സുഖിപ്പിക്കാൻ വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമോ? ഈ സീസണില് ഇപ്പൊ ആര്യന്റെ മൾട്ടിപ്പിൾ സ്റ്റാൻഡ് ബിഗ് ബോസ് തന്നെ പൊളിച്ചിട്ടുണ്ട്. അല്ലാതെ കുറെ കണ്ടസ്റ്റന്റ്സിന്റെ ഒക്കെ നമ്മൾ കണ്ടു. അയ്യോ, ഇത് സൂപ്പർ സ്റ്റാൻഡിന്റെയും മുകളിലായി പോയി ലക്ഷ്മിന്റെ. ലക്ഷ്മിക്ക് ആവശ്യമുള്ള സമയത്ത് വീട്ടിൽ കയറ്റില്ല, ലക്ഷ്മിക്ക് അല്ലാത്ത സമയത്ത് ലക്ഷ്മി ഓൾവേസ് വെൽക്കം. അപ്പൊ അമ്മേന്റെയും കൂടി വീടാണ്, യു ആർ ഓൾവേസ് വെൽക്കം. ഇന്ന് അമ്മേന്റെയും എന്റെയും കൂടി വീടാ, പക്ഷെ ഞാൻ വീട്ടിൽ കയറ്റില്ല. യാർക്കാ നീങ്ക അല്ലേ? മാടമ്പള്ളിയിലെ യഥാർത്ഥ ചിത്തരോഗി നിങ്ങളാണോന്നാണ് എനിക്ക് സംശയമുള്ളത്. വോട്ടിംഗ് കുറഞ്ഞു വിചാരിച്ചിട്ടാവും ചിലപ്പോ വോട്ട്. അല്ല, ആദിലാനോറയ്ക്കെതിരെ അത് മാത്രമേ കയ്യിലുള്ളൂ. മനസ്സിലായോ? പിന്നെ സോപ്പിട്ട് പറഞ്ഞ വീട്ടിൽ കയറ്റും. സോപ്പിട്ടില്ല, 1-on-1 സംസാരിക്കാൻ വന്നു കഴിഞ്ഞാ ഇതാണ് പറയും. പറഞ്ഞത് മറന്നു പോവാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ട് അല്ലേ? എന്നാലും പുറത്തിറങ്ങുമ്പോ കാണാലോ ഈ രണ്ടും പറഞ്ഞത് എല്ലാം സത്യം. ലക്ഷ്മിയുടെ നിലപാട് 1, നോർമലൈസ് ചെയ്യുന്ന നിലപാട്, വീട്ടിൽ കയറ്റുന്ന നിലപാട് ഇങ്ങനെ എണ്ണി അന്ന് ആരിന്റെ കാണിച്ച പോലെ കാണിച്ചു കൊടുത്താണല്ലോ ലക്ഷ്മി പൊളിയും. അങ്ങോട്ടുള്ള പോക്കാണ് ഇപ്പൊ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും കൊള്ള, അത് അങ്ങനെ ഒരു സംഗതി.